ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ CBSE ക്ലാസ് 8ൻ്റെ ഹിസ്റ്ററിയുടെ 5th ചാപ്റ്റർ വെൻ പീപ്പിൾ റിബൽ 1857 ആൻഡ് ആഫ്റ്റർ എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നും നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ദ ബാറ്റിൽ ഇൻ ദി കവൽറി ലൈൻസ് ഓൺ ദി ഈവനിങ് ഓഫ് 3rd July 1857 ഓവർ 3000 റബൽസ് കെയിം ഫ്രം ബെയർലി, ക്രോസ്ഡ് ദ റിവർ ജമുന, entered Delhi and attacked the British cavalry post. The battle continued all through the night. രാത്രി മുഴുവൻ നീണ്ടു നിന്ന ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ബാറ്റിൽ തന്നെ അവർ 3000 റബൽസ് കെയിം ഫ്രം ബെറീലി. ബെറീലി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണ്. അവർ യമുന നദി ക്രോസ് ചെയ്ത് ഡൽഹി കടക്കുകയും അവിടെ ബ്രിട്ടീഷുകാരുടെ കവൽറി പോസ്റ്റ് നശിപ്പിക്കുന്നതുമാണ്. ഫ്രം മീററ്റ് ടു ഡൽഹി ഓൺ 29th March 1857 a young soldier Mangal Pandey was hanged to death for attacking his officers in Barakpur. Some days later, some sepoys of the regiment at Meerut refused to do the army drill using the new cartridges, which were suspected of being coated with the fat of cows and pigs. 85 sepoys were dismissed from service and sentenced to 10 years in jail for disobeying their officers. This happened on 9th May 1857. On 29th March 1857, a young soldier Mangal Pandey എന്ന് പറയുന്ന ഒരു യങ് സോൾജിയറിനെ വാസ് ഹാങ്ഡ് ടു ഡെത്ത് ഫോർ അറ്റാക്കിങ് ഹിസ് ഓഫീസേഴ്സ് ഇൻ ബാരക്പൂർ. ബാരക്പൂരിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? തൂക്കിക്കൊന്നു. അതായത് മംഗൾ പാണ്ഡെയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരെ അടിയറവ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയാം അല്ലേ? ഒരു സിപ്പോയി ആയിരുന്നു മംഗൾ പാണ്ഡെ. ആരായിരുന്നു അദ്ദേഹം? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലി അർപ്പിച്ചത് എങ്ങനെ? ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. നിങ്ങൾക്ക് ആമിർ ഖാൻ്റെ ഒരു ഹിന്ദി ഫിലിമുണ്ട്, ബെല്ലാഡ് ഓഫ് മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും ഈ മംഗൾ പാണ്ഡെ ആരായിരുന്നു എന്നുള്ളത്. ഓക്കെ. Some days later, some sepoys of the regiment at Meerut refused to do the army drill using the new cartridges, which were suspected of being coated with the fat of cows and pigs. അവിടെ അതായത് മംഗൾ പാണ്ഡെ തൂക്കിക്കൊന്നതിനോടുകൂടി ഇവരുടെ വീര്യം കൂടുകയാണ് ചെയ്തത് അല്ലേ സിപ്പോയ്സിന്. അതായത് മംഗൾ പാണ്ഡെ അങ്ങനെയാണ് ആഹ്വാനം ചെയ്തിരുന്നു, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് സിപ്പോയ്സിന് ഒന്നും കൂടെ വാശി കൂടുകയും ദേഷ്യം കൂടുകയാണ് ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിപ്പോയിസ് ഓഫ് ദ റെജിമെൻറ്റ് അറ്റ് മീററ്റ് റെഫ്യൂസ് ടു ഡു ദി ആർമി ഡ്രിൽ യൂസിങ് ദി ന്യൂ. അവർ പുതിയ കാറ്ററിഡ്ജ് കൊണ്ടുവന്നു, അവരതിനെ റെഫ്യൂസ് ചെയ്തു. അതായത് ഇത് ഞങ്ങൾ ഉപയോഗിക്കില്ല, ഇത് ഞങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റാണ്, ഞങ്ങൾ ഇത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് അവരതിനെ റെഫ്യൂസ് ചെയ്യുകയും ഇത് ബ്രിട്ടീഷുകാർക്ക്, കാരണം അവരുടെ ഓഫീസേഴ്സിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ, ഡിസൊബേ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്താ അച്ചടക്ക ലംഘനമാണല്ലോ. അതായത് സിപ്പോയിസ് അല്ലേ ഇവർ. അപ്പം ഇവർ അവരുടെ ഓഫീസേഴ്സിനെ എഗെയിൻസ്റ്റായിട്ട് പറയുക എന്ന് പറയുന്നത് അത് തെറ്റാണ്. സോ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇവരെ ഡിസ്മിസ് ചെയ്തു. 85 സിപ്പോയിസ് വെയർ ഡിസ്മിസ്ഡ്. 85 പേരെ അവർ ഡിസ്മിസ് ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്തു? ഫ്രം സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും ആൻഡ് സെൻറ്റൻസ്ഡ് ടു 10 years ഇൻ ജയിൽ. 10 വർഷത്തേക്ക് ഇവരെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ഫോർ ഡിസൊബേയിങ് ദെയർ ഓഫീസേഴ്സ്. അതായത് ഓഫീസേഴ്സിനെ ഡിസൊബേ ചെയ്തു എന്നുള്ളതായിരുന്നു കാരണം. ദിസ് ഹാപ്പൻഡ് ഓൺ 9th May 1857. ഇന്ന് സംഭവിക്കുന്നത് 9th May 1857 ഈ വർഷങ്ങൾ, ചില വർഷങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ബാറ്റിലൊക്കെ നടന്ന വർഷങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എല്ലാ വർഷമൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ. The response of the other Indian soldiers in Meerut was quite extraordinary.
അതായത് ഇവരെ ഈ 85 പേരെ ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെട്ടു. അവരെ 10 വർഷത്തേക്ക് ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ള സോൾജിയേഴ്സിൻ്റെ റെസ്പോൺസ് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. അതായത് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതലായിരുന്നു. കാരണം ഓൺ 10th May ദ സോൾജിയേഴ്സ് മാർച്ച് ടു ദ ജയിൽ. അതായത് 9th Mayയിലാണ് അവരെ ജയിലിൽ അടയ്ക്കുന്നത്. 10th Mayയിൽ ഈ സോൾജിയേഴ്സ് എല്ലാം കൂടെ മാർച്ച് ചെയ്ത് ജയിലിലേക്ക് ഇൻ മീററ്റ് ആൻഡ് റിലീസ്ഡ് ദ ഇംപ്രസ്ഡ് സിപ്പോയിസ്. അതായത് ജയിലിൽ അടച്ചവരെ അവർ ചെന്ന് തുറന്നു വിട്ടു, അത് റിലീസ് ചെയ്തു. ദേ അറ്റാക്ക്ഡ് ആൻഡ് കിൽഡ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനെയൊക്കെ ഇവർ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്തു. ദേ ക്യാപ്ചേർഡ് ഗൺസ് ആൻഡ് അമ്യൂണിഷൻ ആൻഡ് സെറ്റ് ഫയർ ടു ദി ബിൽഡിങ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദി ബ്രിട്ടീഷ് ആൻഡ് ഡിക്ലെയർഡ് വാർ ഓൺ ദി ഫിറങ്കീസ്. ദേ ക്യാപ്ചേർഡ് ഗണ്ണുകൾ പിടിച്ചെടുത്തു. ആൻഡ് അമ്യൂണീഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ വെടിക്കോപ്പുകൾ എന്ന് പറയും, ആയുധങ്ങൾ. ആൻഡ് സെറ്റ് ഫയർ ടു ദ ബിൽഡിങ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദി ബ്രിട്ടീഷ് ആൻഡ് ഡിക്ലെയർഡ് വാർ ഓൺ ദി ഫിറങ്കീസ്. അതായത് ഫസ്റ്റ് അറ്റാക്ക് എന്ന് തന്നെ പറയാം അല്ലേ. മംഗൾ പാണ്ഡെ തൂക്കിക്കൊന്നതിൻ്റെ ആ ഒരു ഇതെല്ലാം ഉണ്ടല്ലോ സിപ്പോയിസിൻ്റെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവരുടെ ആ ഒരു അതിൻ്റെ കൂടെ ഇത്ര 85 പേരെ അവർ ഡിസ്മിസ് ചെയ്തു, ജയിലിലടച്ചു. ഇതിൻ്റെ എല്ലാം കൂടി ഒരു പ്രതികാരം എന്ന രീതിയിലായിരുന്നു ഈ ചെയ്തത്. അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്തു, അതോടൊപ്പം തന്നെ അവരുടെ ബിൽഡിങ്ങുകൾക്കും പ്രോപ്പർട്ടിയൊക്കെ നശിപ്പിക്കുകയും തീയിടുകയൊക്കെ ചെയ്തു. ആൻഡ് ബ്രിട്ടീഷ് ആൻഡ് ഡിക്ലെയർഡ് വാർ ഓൺ ദി ഫിറങ്കീസ് എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ്. അതായത് ഈ നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, ഇപ്പം പഴശ്ശിരാജയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം പറങ്കികൾ എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഫിറങ്കീസ് എന്ന് പറയുന്നത്. അതായത് ഫോറിനേഴ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ ടേം റിഫ്ലെക്ട്സ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് കണ്ടംപ്റ്റ്. അതായത് ഇച്ചിരി കളിയാക്കി പറയുന്നതെന്ന് പറയാൻ വേണമെങ്കിൽ. ദ സോൾജേഴ്സ് വെയർ determined to bring an end to their rule in the country, but who would rule the land instead? അതായത് സോൾജേഴ്സ് തീരുമാനിക്കുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണം നമുക്ക് നിർത്തണം, ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് പോരാടി അവരെ ഇവിടുന്ന് തുരത്തണം. പക്ഷെങ്കിൽ ബട്ട് ഹൂ റൂൾ ദി ലാൻഡ് ഇൻസ്റ്റഡ്. അപ്പോൾ ആര് ഭരിക്കും? ഭരിക്കാൻ ഒരാൾ വേണമല്ലോ. ബ്രിട്ടീഷുകാർ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ തുരത്തുമ്പോൾ ഈ ലാൻഡ് നോക്കി നടത്താനല്ലേ ഭരിക്കാൻ ഒരാൾ വേണം. Who would rule the land instead? The soldiers had an answer to this question. സോൾജിയേഴ്സ് തന്നെ അതിനൊരു ആൻസറും കണ്ടുപിടിച്ചു. ആരാണ്? ദ മുഗൾ എംപറർ ബഹദൂർ ഷാ സഫർ തന്നെ നമ്മളെ ഭരിക്കട്ടെ എന്നുള്ള ഒരു ആൻസറിൽ അവരെത്തിച്ചേരുകയും ചെയ്തു. ദ സിപ്പോയിസ് ഓഫ് മീററ്റ് റോഡ് ഓൾ നൈറ്റ് ഓഫ് 10th May ടു റീച്ച് ഡൽഹി ഇൻ ദി ഏർലി അവേഴ്സ് നെക്സ്റ്റ് മോർണിംഗ്. അവർ സിപ്പോയിസ് എന്ത് ചെയ്തു? ഇത് അപ്പം ബഹദൂർ ഷാ സഫറിനെ അറിയിക്കണമല്ലോ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇനി ബഹദൂർ ഷാ സഫർ തന്നെ വേണം നമ്മളെ ഭരിക്കാനായിട്ട്. ബഹദൂർ ഷാ സഫർ ആണെങ്കിൽ ലാസ്റ്റ് കിങ്ങാണ്, ഇനി ഒരു കിങ് ഉണ്ടാവില്ല എന്നൊക്കെ ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ് അല്ലേ. അപ്പോൾ ഇനി നമ്മളെ ഭരിക്കേണ്ടത് ബഹദൂർ ഷാ സഫർ തന്നെയാണ്. അപ്പോൾ അത് ബഹദൂർ ഷായെ അറിയിക്കണം അല്ലേ. അതിനു വേണ്ടി സിപ്പോയിസ് റോഡ് മാർഗം തന്നെ അവർ ഡൽഹിയിലേക്ക് വന്നു. ഇൻ ദി ഏർലി അവേഴ്സ് ഓഫ് നെക്സ്റ്റ് മോർണിംഗ്. അതായത് അതിരാവിലെ തന്നെ ഇങ്ങെത്തി. ആസ് ന്യൂസ് ഓഫ് ദ ഇതൊരുമാതിരി എന്താ പറയുക, ഒരു കഥ പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാകും. കഥ തന്നെയാണല്ലോ, അതായത് ഈ ചരിത്രമാണെങ്കിലും ഇത് കഥ പോലെ തന്നെ പഠിക്കുക. അപ്പോൾ എല്ലാം മനസ്സിൽ 1 by 1 ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. ആസ് ന്യൂസ് ഓഫ് ദെയർ അറൈവൽ സ്പ്രെഡ് ദ റെജിമെൻറ്റ്സ് stationed in Delhi also rose up in rebellion. അതായത് ഇവർ വരുന്നു, ഏതായാലും നടന്നാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, ഇവർ വരുന്നു എന്ന് ഉള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്തു അതിനെതിരെ. അപ്പോൾ ഇവരുടെ വരവ് പ്രതിരോധിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് റെജിമെൻറ്റ്സ് അവിടെ കൂടി. അതായത് ഇവരെ തടയാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ ആൾക്കാരെ നിയമിച്ചു. എഗെയിൻ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് വെയർ കിൽഡ്. പക്ഷേങ്കിൽ ഇവരുടെ ഈ വിപ്ലവത്തിന് മുന്നിൽ, ഇവരുടെ ഈ വീര്യത്തിന് മുന്നിൽ ബ്രിട്ടീഷ് ഓഫീസേഴ്സിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, അവരെ കൊന്നു. ആംസ് ആൻഡ് അമ്യൂണിഷൻ സീസ്ഡ്, ബിൽഡിംഗ് സെറ്റ് ഓൺ ഫയർ. കൊല്ലുക മാത്രമല്ല അവരുടെ
ബിൽഡിങ്ങുകൾക്കൊക്കെ തീയിടുകയും അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. Tribal soldiers gathered around the walls of the Red Fort where the Badshah lived. ബാദ്ഷാ താമസിക്കുന്ന ഈ റെഡ് ഫോർട്ടിലാണല്ലോ. റെഡ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. ബാദ്ഷായുടെ മരണത്തോടെ റെഡ് ഫോർട്ടിൽ നിന്ന് മാറണമെന്നൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ പ്രഖ്യാപനം അല്ലേ. അപ്പം ബാദ്ഷാ താമസിക്കുന്ന റെഡ് ഫോർട്ടിലേക്ക് ഇവർ കയറുകയും ഇവരുടെ ആവശ്യങ്ങൾ ഡിമാൻഡിങ് ടു മീറ്റ് ഹിം, അദ്ദേഹത്തെ കാണണമെന്ന്, അതായത് ഇവരുടെ ആവശ്യങ്ങൾ അറിയിക്കണമല്ലോ. ആവശ്യങ്ങൾ മീൻസ് എന്താണ്? ഈ ബാദ്ഷാ തന്നെ ഭരിക്കണം എന്നുള്ളത് അദ്ദേഹത്തെ അറിയിക്കണം അല്ലേ. അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവർ റെഡ് ഫോർട്ടിൽ കടന്നത്. എന്നിട്ട് അദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ദി എംപറർ വാസ് നോട്ട് ക്വയറ്റ് വില്ലിംഗ് ടു ചലഞ്ച് ദ മൈറ്റി ബ്രിട്ടീഷ് പവർ ബട്ട് ദ സോൾജിയേഴ്സ് പെർസിസ്റ്റഡ്. എന്നാൽ എംപറർ ഒന്നാമത് ബാദ്ഷാ എന്ന് പറയുന്ന ഒരു അത്ര കഴിവില്ലാത്ത ഒരു എംപററായിരുന്നു അല്ലേ. കഴിവുണ്ടായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണമൊന്നും ഇത്രയും വലുതാകത്തില്ലായിരുന്നു. സോ ഇപ്പം ബാദ്ഷാ ഒന്നാമത് ഒരു ഭയമുള്ള ഒരാളാണ്. അത്ര ഈ ബ്രിട്ടീഷുകാരോട് എതിരിടാനൊന്നുമുള്ള ഒരു കഴിവൊന്നുമില്ല. സോ അദ്ദേഹം എന്ത് പറഞ്ഞു? ഈ ബ്രിട്ടീഷുകാരോട് എതിരിടാൻ എനിക്കാവില്ല, അതുകൊണ്ട് അത് നടക്കില്ല എന്നൊക്കെയാണ് ആദ്യ ബാദ്ഷാ അറിയിക്കുന്നത്. പക്ഷേങ്കിൽ സോൾജിയേഴ്സിൻ്റെ ആ നിർബന്ധത്തിന് മുന്നിൽ അവസാനം ബാദ്ഷായ്ക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തെ അറിയിച്ചു, ബഹദൂർ ഷാ സഫർ തന്നെയാണ് ഞങ്ങളുടെ ലീഡർ, താങ്കൾ തന്നെ ഭരിച്ചാൽ മതി എന്നുള്ളത് ഈ സിപ്പോയിസ് അദ്ദേഹത്തെ അറിയിക്കുന്നു. ദ ഏജിങ് എംപറർ ഹാഡ് ടു ആക്സെപ്റ്റ് ദിസ് ഡിമാൻഡ്. He wrote letters to all the chiefs and rulers of the country to come forward and organize a confederacy of Indian states to fight the British. അപ്പോൾ അവസാനം ബാദ്ഷായ്ക്ക് അല്ലെങ്കിൽ ബഹദൂർ ഷായ്ക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം എന്താണ്? ഒന്നാമതെ അദ്ദേഹത്തിനും അവിടെ നിന്ന്, കാരണം അദ്ദേഹത്തിൻ്റെ കാലശേഷം അവിടെ നിന്നുള്ളവർ മാറണം അല്ലേ. അതായത് റെഡ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങണം. അതൊന്നും അദ്ദേഹം ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേങ്കിൽ ബ്രിട്ടീഷുകാരോട് എതിരിടാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം അതിന് സമ്മതിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓഫർ വരുന്നത് അല്ലേ. ഞങ്ങളെല്ലാവരും താങ്കളുടെ പിന്നിലുണ്ട്, താങ്കളൊന്ന് മുന്നിൽ നിന്ന് നയിച്ചാൽ മാത്രം മതി എന്നുള്ള ഒരു കാര്യം ഈ സിപ്പോയിസ് ഇദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹം പിന്നീട് അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ചെറിയ പ്രദേശങ്ങളൊക്കെ ഈ ഇപ്പോഴും മുഗൾ റൂളേഴ്സിൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ റൂളേഴ്സിനോട്, അതായത് ചീഫിനോടും റൂളേഴ്സിനും ഒക്കെ ബഹദൂർ ഷാ സഫർ കത്തെഴുതുകയും ഈ ആവശ്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ഇവർക്കെതിരെ, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം നടത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർവേഡ് ആൻഡ് ഓർഗനൈസ് എ കോൺഫറൻസി ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ടു ഫൈറ്റ് ദ ബ്രിട്ടീഷ്. ദിസ് സിംഗിൾ സ്റ്റെപ്പ് ടേക്കൺ ബൈ ബഹദൂർ ഷാ ഹാഡ് ഗ്രേറ്റ് ഇംപ്ലിക്കേഷൻസ്. ബഹദൂർ ഷായുടെ ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒറ്റയൊരു മൂവ്മെൻറ്റ്, അതായത് മറ്റുള്ള നാട്ടുരാജാക്കന്മാരെ എന്ന് പറയാം അല്ലേ, ചെറിയ ചെറിയ പ്രദേശങ്ങളൊക്കെ ഭരിക്കുന്നവരുണ്ടല്ലോ, അതായത് മുഗളന്മാരുടെ അണ്ടറിലുള്ള അവരെയൊക്കെ ഇവരെ അറിയിക്കുകയും ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റായിട്ട് നിൽക്കാൻ പറയുകയും ചെയ്യുന്നു. ആ ഒരു സിംഗിൾ സ്റ്റെപ്പ് ബഹദൂർ ഷാ സഫർ എടുത്തതോടുകൂടി അവിടെ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഗ്രേറ്റ് ഇംപ്ലിക്കേഷൻസ് ആണ് നടക്കുന്നത്. ഓക്കെ, ദ മുഗൾ ഡൈനാസ്റ്റി ഹാഡ് റൂൾഡ് ഓവർ എ വെരി ലാർജ് പാർട്ട് ഓഫ് ദി കൺട്രി. Most smaller rulers and chieftains controlled different territories on behalf of the Mughal ruler. Threatened by the expansion of British rule, many of them felt that if the Mughal emperor could rule again, they too would be able to rule their own territories once more under Mughal authority. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്കൊക്കെ മുന്നിൽ വഴങ്ങിയാണ് ഇവരുടെയൊക്കെ ഭരണമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ മുഗൾ എംപററായിട്ട് ബഹദൂർ ഷാ സഫർ വരികയും തങ്ങൾക്ക് തങ്ങളുടെ ഈ ചെറിയ ചെറിയ പ്രവിശ്യകളൊക്കെ ഭരിക്കാനുള്ള അധികാരം തിരിച്ചു കിട്ടുകയെന്ന് അറിഞ്ഞപ്പോൾ അവരും അതിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. The British had not expected this to happen. They thought the disturbance caused by the issue of the cartridges would die down. ബ്രിട്ടീഷുകാർ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത ഒരു കാര്യമല്ലായിരുന്നു ഇത്. അതായത് ബഹദൂർ ഷാ സഫർ വീണ്ടും പൊങ്ങി വരുമെന്നും ചെറിയ ചെറിയ നാട്ടുപ്രവിശ്യകളൊക്കെ വീണ്ടും അവർ ഉയർത്തെഴുന്നേൽക്കും, ഇതൊന്നും ബ്രിട്ടീഷുകാർ ചിന്തിച്ചിരുന്ന കാര്യങ്ങളെ അല്ലായിരുന്നു. ഓക്കെ,
ദേ തോട്ട് ദാറ്റ് ദ ഡിസ്റ്റർബൻസ് കോസ്ഡ് ബൈ ദ ഇഷ്യൂ, അതായത് അവർക്കറിയാം ഇത് എന്തിൽ നിന്നാണ് ഈ ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ആദ്യമേ പൊട്ടിപ്പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? കാറ്ററിഡ്ജിൻ്റെ ആ ഒരു ഉപയോഗത്തിൽ നിന്നാണ് അല്ലേ? അവിടെ പശുവിൻ്റെയും പന്നിയുടെയും ഒക്കെ ഫാറ്റ് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നെയ്യ് കൊണ്ടുള്ള പുരട്ടിയ കവർ ചെയ്ത കാറ്ററിഡ്ജ് ഉപയോഗിക്കാൻ കൊടുത്തതിൽ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങിയത് അല്ലേ? അപ്പോൾ അവർ വിചാരിച്ച എന്താ, ഇത് കുറച്ച് ദിവസത്തെ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഒരു ഇഷ്യൂ ഉള്ളൂ, ഇത് തനിയെ അങ്ങ് കെട്ടടങ്ങും എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു വിചാരം. കാരണം ഇതൊരു വലിയ പ്രശ്നമാകുന്നില്ല, അവർക്ക് വേറെ വഴിയില്ല, ഇവരിത് ഉപയോഗിച്ചേ ഒക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ ഇത് കുറച്ച് ദിവസമൊക്കെ ഇവരൊന്ന് ഇതിന് എഗെയിൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്നവരെ നമ്മൾ ഒതുക്കി കഴിയുമ്പോൾ ഇത് തനിയെ കെട്ടടങ്ങിക്കോളും എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു ചിന്ത. അങ്ങനെയായിരുന്നു അവർ കരുതിയിരുന്നത്. ഒരിക്കലും ഇത് ഇങ്ങനെ ഈ രീതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് പോകുമെന്ന് ഒരിക്കലും അവർ ചിന്തിച്ചിരുന്നില്ല. ബട്ട് ബഹദൂർ ഷാ സഫേഴ്സ് ഡിസിഷൻ ടു ബ്ലസ് ദി റെബലിയൻ ചേഞ്ച്ഡ് ദ എൻറ്റയർ സിറ്റുവേഷൻ ഡ്രമാറ്റിക്കലി. അതായത് നാടകീയമായിട്ട് ബഹദൂർ ഷാ സഫർ ഈ ഒരു സിറ്റുവേഷൻ ഏറ്റെടുത്തത്, ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞത്. അതായത് സിപ്പോയിസ് ചെന്ന് പറഞ്ഞപ്പോൾ ബഹദൂർ ഷാ സഫറൊന്നും ഇങ്ങനെ മാറുമെന്ന് ഒരിക്കലും ബ്രിട്ടീഷുകാർ ചിന്തിക്കുന്നില്ല. ബഹദൂർ ഷാ സഫറൊക്കെ എന്താണ്, റെഡ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായിട്ടിരിക്കുന്നവരാണല്ലേ. അപ്പോൾ അവരൊന്നും ഇങ്ങനെ വീണ്ടും ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആകും എന്നൊരു ചിന്ത ബ്രിട്ടീഷുകാർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബഹദൂർ ഷാ സഫറിൻ്റെ ഈ ഒരു തീരുമാനം അവർക്ക് വളരെ വലിയൊരു തലവേദനയായിരുന്നു. Often when people see an alternative possibility, they feel inspired and enthused. It gives them the courage, hope and confidence to act. മുന്നിൽ നിന്ന് ഭരിച്ചുകൊള്ളാം എന്നൊക്കെയുള്ള ബഹദൂർ ഷാ സഫറിൻ്റെ ഈ ഒരു തീരുമാനം ജനങ്ങൾക്കിടയിൽ വലിയ ധൈര്യവും വിശ്വാസവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.